നമുക്കൊന്ന് കൊച്ചിയിലോട്ട് പോകണം. അവിടെ ഒരു കക്ഷി വന്നിട്ടുണ്ട്. ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഷാജഹാൻ. KJ ഷൈനെതിരായ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ KM ഷാജഹാനെ എറണാകുളത്ത് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി. ഒരുപാടുണ്ട് പറയാനെന്നും തിരിച്ചു വരുമ്പോൾ പിണറായി വിജയനെതിരെ എല്ലാം പറയുമെന്നും KM ഷാജഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ പറയല്ലേ എന്നായിരിക്കും ചില ആളുകൾ മനസ്സിലായിട്ടുണ്ടാവുക. കാരണം KJ ഷൈനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചു, അതിനുശേഷം മോശം കാര്യങ്ങളൊക്കെ പറഞ്ഞു, സൈബർ പോലീസ് വിളിച്ചു, മൊഴി രേഖപ്പെടുത്തി, തിരിച്ചു വീട്ടിൽ പോയി വീണ്ടും അതേപടി ചെയ്തപ്പോഴാണ് KJ ഷൈൻ വീണ്ടും പരാതി കൊടുത്തത്. അപ്പോഴാണ് പോലീസ് പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ, പിടിച്ചു പൊക്കിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ ആ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. KM ഷാജഹാന്റെ പ്രതികരണം. തിരിച്ചു വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഇൻട്രോഗേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പറയാനുള്ള അപ്പം പറയാനെല്ലാം ഉണ്ട്, ഒരുപാടുണ്ട് പറയാം. എല്ലാം തിരിച്ചു വരുമ്പോൾ പറയാം. പിണറായി വിജയനിട്ട് തിരിച്ചു വരുമ്പോൾ പറയാം. നാക്കിന് എല്ലില്ലാതെ ഈ കണ്ട ആളുകളെയൊക്കെ കുറിച്ച് ഇതേപോലെ മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഈ പ്രായമായില്ലേ, മനുഷ്യർ ആലോചിക്കണ്ടേ? 70 വയസ്സായില്ലേ? ഉത്തരവാദിത്വത്തോടു കൂടി വേണ്ടേ കാര്യങ്ങൾ പറയാൻ? എന്തെങ്കിലും തെളിവോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയുക. ഒരു യൂട്യൂബ് ചാനൽ എടുത്ത് 100 രൂപയുടെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുത്ത് വെച്ചിട്ട് ആരെക്കുറിച്ചും എന്തും പറയാമെന്നാണ്. അർജുൻ മട്ടന്നൂരുണ്ട് നമുക്കിപ്പോൾ. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. ഒരിക്കൽ കൂടി അങ്ങനെ ഷാജഹാനെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന് അറിയുന്നു. രാത്രി മുഴുവൻ യാത്ര ചെയ്തത് പുലർച്ചെയാണോ കൊച്ചിയിൽ എത്തിച്ചത് അർജുൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിയോടെയാണ് KM ഷാജഹാനെ എറണാകുളം റൂറൽ ജില്ലാ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ആലുവ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഷാജഹാനെ വിശദമായി തന്നെ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അതിനുശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ചെയ്തതിലൊന്നും തന്നെ ഷാജഹാന് ഒരു കുറ്റബോധവുമില്ല. മാത്രവുമല്ല, താൻ ചെയ്തത് ശരിയാണ് എന്നിപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയ ശേഷം വീണ്ടും ചില കാര്യങ്ങൾ പറയുമെന്നും KM ഷാജഹാൻ പറയുന്നു. എന്തായാലും നേരത്തെ ആദ്യം KJ ഷൈൻ പരാതി നൽകിയപ്പോൾ ആ പരാതിയിൽ പോലീസ് നടപടിയിലേക്ക് കടക്കുകയും 5 മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വീണ്ടും സമാനമായ രീതിയിൽ വീഡിയോ ചെയ്യുകയായിരുന്നു. തനിക്കെതിരായ കേസിൻ്റെ FIR-ന്റെ ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അധിക്ഷേപകരമായ രീതിയിൽ KJ ഷൈനെ പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ചെയ്തത്. ഈ സംഭവത്തിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി KJ ഷൈൻ പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഉടൻ തന്നെ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഓക്കെ, എന്തായാലും കൊള്ളാം. ഒന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിന് ഉത്തരവാദിത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസം പറയും. ഇത് KM ഷാജഹാൻ മാത്രമല്ല, അങ്ങനെ കുറേ ടീമുകളുണ്ട്. അപ്പോൾ അവർക്കെതിരെയൊക്കെ നിയമ നടപടി വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കെതിരെയും പലരും ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ തെളിവിൻ്റെ എന്തെങ്കിലും ഒരു കണിക വേണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് അധിക്ഷേപമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ.